പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്നിവിടെ ആയിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 28 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു അത്. അതിനുശേഷം അതുവരെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ സാമ്പത്തികമായി വരുമാനം ലഭിക്കാൻ തുടങ്ങി. ഞാൻ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാതെയായിരുന്നു അത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞു, നീ അവിടെ പോയി വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും വീണ്ടും പോകണം എന്ന്. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല. വളരെ സൈലൻ്റായിട്ട് എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ തുടർന്നു പോന്നു. എല്ലാ ഉടമ്പടി വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും ഞാനതൊന്നും പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. എൻ്റെ മുകളിലത്തെ മുറിയിൽ എൻ്റെ റൂമിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, മെഴുകുതിരി കത്തിച്ച്, അതുപോലെ സഹായന പ്രാർത്ഥന, ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്തത്, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ കുട്ടികളുടെ, എൻ്റെ വിദ്യാർത്ഥികളുടെ അടുത്തായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനം കൂടുതൽ. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുക, കാരുണ്യത്തോടെ അവരോട് പെരുമാറുക, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അധ്യാപന ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഉടമ്പടി കാലയളവ് തുടർന്നു പോയി. ഞാൻ ഉടമ്പടി 90 ദിവസം കഴിഞ്ഞിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. അതിൽ കൂടുതൽ വലിയ അടയാളങ്ങളോ ഒന്നും ആ സമയത്ത് സംഭവിച്ചില്ല. എൻ്റെ യോഗ്യതയിൽ ഞാൻ അപ്പോഴും ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നു. എങ്കിലും 2024 മാർച്ച് മാസം 7 ഒരു വലിയ ആപത്ത് എൻ്റെ കുടുംബത്തിന് സംഭവിക്കുകയുണ്ടായി. തിരുക്കുടുംബത്തെ പോലെ എൻ്റെ കുടുംബവും കല്ലെറിയപ്പെട്ടു, തുരത്തപ്പെട്ടു, ഓടിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. രക്ഷയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് രാത്രിക്കു രാത്രി അന്ന് ഇവിടേക്ക് പുറപ്പെട്ടു. പകൽ എറണാകുളത്തെത്തി. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ കണ്ടു, ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. പക്ഷേ ആ വ്യക്തിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ രക്ഷിക്കാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ധ്യാനം കൂടുന്നതാണ്, ഉടമ്പടി ധ്യാനം, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങളോ അത്ഭുതങ്ങളോ അതുവരെ സംഭവിച്ചിട്ടില്ല പറയത്തക്ക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു എന്നെ രക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കൂ. അങ്ങനെ ഞാൻ ആ ദിവസം വൈകുന്നേരം 8 വൈകുന്നേരം കൃപാസനത്തിലെത്തുകയാണ്. പിന്നീട് ഒരു 3 ദിവസത്തോളം ഞാനിവിടെ അഭയം പ്രാപിക്കുകയാണ്. ആ വരുന്ന ദിവസം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ പിറകിൽ നിൽക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സുഗന്ധാഭിഷേകം ഉണ്ടായി. വലിയ ആശ്വാസം കിട്ടി. ഞാൻ മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു അമ്മ. അതിനുശേഷം തൊട്ടടുത്ത ദിവസം കുർബാനയ്ക്ക് ഞാനിവിടെ പങ്കെടുത്തു. ആ സമയത്ത് വചന പ്രഘോഷണത്തിൻ്റെ സമയത്ത് 2-ാം ദിവസം നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും, 3-ാം ദിവസം നിങ്ങളെ ഉറപ്പിക്കുമെന്ന വചനം വായിക്കുകയുണ്ടായി. ഞാനത് വിശ്വസിച്ചു. എങ്കിലും സാങ്കേതികമായി അതെങ്ങനെ ശരിയാകും എന്നെനിക്ക് സംശയമായിരുന്നു. കാരണം 2-ാം ദിവസം എന്ന് പറയുന്നത് അത് ശനിയാഴ്ചയാണ്, 2-ാം ദിവസം തിങ്കളാഴ്ചയാണ്, 3-ാം ദിവസം ചൊവ്വാഴ്ചയാണ്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഞങ്ങൾക്കൊരാശ്വാസമായി ഒരു രേഖ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ 3-ാം ദിവസത്തെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലായില്ല. ഞാൻ കരുതി തിങ്കൾ മുതൽ പിന്നെയും 3 ദിവസമായിരിക്കുമെന്നും. അങ്ങനെയൊക്കെ കരുതി ആശ്വസിച്ച് ഞാൻ തിരിച്ചുപോയി. തിങ്കളാഴ്ച വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച പോലെ, ഈശോയിൽ ഉറച്ച് വിശ്വസിച്ചതുപോലെ എനിക്ക് മാതാവ് ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ രേഖ വാങ്ങിത്തന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ചൊവ്വാഴ്ച ഈ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിന് തിരിച്ചു വരാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങളെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക്. അതിന് ഈ ഒറ്റ ഒരു സംഭവം തന്നെ ധാരാളമായിരുന്നു അതിൽ വിശ്വസിക്കാൻ. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ. അതിനുശേഷം അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാൻ ഉടമ്പടിയുടെ കാര്യം എൻ്റെ കുടുംബത്തോട് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലായിരുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇനി നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യണം. അങ്ങനെ എൻ്റെ റൂമിലുണ്ടായിരുന്ന മെഴുകുതിരികൾ നമ്മുടെ ലിവിങ് റൂമിലെത്തി. ഞങ്ങളെല്ലാവരും തന്നെ ആ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. അത് രാവിലെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ചൊല്ലുക ബുദ്ധിമുട്ടായിരുന്നു, എനിക്കറിയാം അത്. പക്ഷെ ഞാൻ വന്ന് ചൊല്ലും. അമ്മേനെ ചിലപ്പോൾ വിളിക്കും. അമ്മ വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കൃത്യമായി ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ജോസഫ് അച്ഛൻ ആരംഭിക്കുന്നു. അങ്ങനെ 5:30 കൃത്യമായി പ്രാർത്ഥന ചൊല്ലുക എന്ന എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തരുന്നു. അങ്ങനെ ആ സമയത്ത്, അതായത് 8-ാം തീയതി ഞാനിവിടെ വന്നപ്പോൾ
ഈ എൻ്റെ പ്രാർത്ഥനകൾ സാധിച്ചു തന്ന 3 കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് മാതാവിന് പ്രതിജ്ഞ ചെയ്തിരുന്നു. 1, ഉടമ്പടി പുതുക്കും. ആ സമയത്ത് ഞാൻ പുതുക്കിയിരുന്നില്ല, പുതുക്കും. 2, ജീവിതകാലം, ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കും. 3-മത്തെ കാര്യം, ഇവിടെ വന്ന് ഈ ആൾത്താരിൽ സാക്ഷ്യം പറയും. അതിലെ 3 കാര്യങ്ങളും ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു. 2-മത്തെ കാര്യം, തീർച്ചയായിട്ടും എൻ്റെ ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഈ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ അമ്മയും കൂട്ടി അതേ മാർച്ച് മാസം 22, 23 ഇവിടെ എത്തി ഉടമ്പടി പുതുക്കി തിരിച്ചുപോയി. ആ ഉടമ്പടിയിൽ വെച്ച ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സഹോദരിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതാവ് അതിനുശേഷം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. 10 വർഷത്തോളം നീണ്ടു നിന്നൊരു കേസിൻ്റെ കാര്യം ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്കൊരു ജോലിയുടെ കാര്യം ആ സമയത്ത് ഉടമ്പടിയിൽ വെച്ചതാണ്. 1 വർഷത്തിന് ശേഷം ആ ഒരു ജോലി, നല്ലൊരു ജോലി എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ യോഗ്യതകളൊന്നും നോക്കാതെ പരിശുദ്ധ അമ്മ എനിക്കൊരു സാധിച്ചു തന്നു. ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി. 2-മതും ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ അമ്മയും കൂട്ടി വന്ന ആ സമയത്ത് ഞാൻ ഉടമ്പടി പത്രം, ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എഴുതി സീൽ വെക്കുന്ന ആ ഹാളിൽ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ്, എൻ്റെ ആ പ്രാർത്ഥന അമ്മ സീൽ വെച്ചതാണ് എന്ന്. ആ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ധൈര്യമായി ഞങ്ങൾക്ക് അമ്മ കൂട്ടിനുണ്ട് അതിനുശേഷം എല്ലാ സമയത്തും. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം, ഞങ്ങളുടെ ഉടമ്പടി കാലയളവിൽ വീടിൻ്റെ ചേർന്നുള്ളൊരു മതിൽ പൊളിക്കേണ്ട സാഹചര്യം വന്നു. അത് പൊളിഞ്ഞു വീഴാറായിരുന്നു. റോഡിൻ്റെ സൈഡിലായിരുന്നു അത്, പഞ്ചായത്ത് റോഡിൻ്റെ. അപ്പോൾ അത് പൊളിച്ചിട്ട സമയത്ത് സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് പ്രയോഗിക്കുന്നു എല്ലാവരും. ഞാൻ അവിടെ തടസ്സങ്ങളായി യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് വളരെ എളുപ്പത്തിൽ പണി കഴിക്കാവുന്നൊരു മതിലാണ്. എങ്കിലും ഞാൻ അവിടെ ഉപ്പ് പ്രയോഗിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ആ മതിലുടനീളം ഉപ്പിടുന്നു പൊളിച്ച സ്ഥലത്ത്. ആ ദിവസം പകല് അവിടെ ഒരു വ്യക്തി വരികയും പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ആ മതിൽ പണി അന്ന് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഞാനും വിശ്വസിച്ചു, എൻ്റെ കുടുംബത്തെ ഞാനും ശക്തിപ്പെടുത്തി, ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചതാണ്, അമ്മ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒരു പരിഹാരം ലഭിക്കുമെന്ന്. അപ്പോൾ പഞ്ചായത്തിൻ്റെ കണ്ടീഷൻ, നമുക്ക് പെർമിഷൻ വാങ്ങണം. പെർമിഷൻ വാങ്ങണമെങ്കിൽ വീടിൻ്റെ ആധാരമൊക്കെ വേണം. ആധാരം ബാങ്കിൽ പണയത്തിലാണ്. അപ്പോൾ ബാങ്കിൽ പോയി ആധാരം പണയത്തിലാണെന്ന് രേഖ കൊണ്ടുവരണം. ആ രേഖയ്ക്ക് വേണ്ടി ബാങ്കിലെത്തിയപ്പോഴാണ് അറിയുന്നത്, എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒരു ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തിരുന്നു, അതവർ ഇതുവരെ അയച്ചിട്ടില്ല. അങ്ങനെ തടസ്സപ്പെട്ട് കിടന്ന ആ രേഖ അയക്കാൻ ഇങ്ങനൊരു തടസ്സം കാരണമായി. ആ രേഖ അങ്ങനെ അയച്ചു, ഞങ്ങൾ ഇടപെട്ടു, ആപ്ലിക്കേഷൻ വീണ്ടും കൊടുത്തു, ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ച് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ അതിന് ശേഷമുള്ള എല്ലാ ആപ്ലിക്കേഷനിലും രേഖകൾ കൊടുക്കുമ്പോൾ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണിന്ന് ഞങ്ങളുടെ. അതിനുശേഷം ഞങ്ങളുടെ തിരിച്ച് മതിൽ പണിയിലേക്ക് വന്നാൽ അടുത്ത ദിവസം ഇതേ വ്യക്തി തന്നെ, പരാതി കൊടുത്ത വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പരാതിയില്ല, നിങ്ങൾ പണി തുടർന്നോളൂ, പഞ്ചായത്തിൻ്റെ പെർമിഷൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ എന്ന്. അങ്ങനെ ഒരു വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടായി. ആ തടസ്സത്തിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം അത് പണയത്തിലായിരുന്നു. ആ കടബാധ്യത ഞങ്ങളെക്കൊണ്ട് വീട്ടാൻ സാധിക്കുന്നതിലപ്പുറത്തായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ ജോലിയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. വലിയ വരുമാനമില്ല, വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടികൾ കുറയുകയാണ്, ഇപ്പോൾ വരുമാനം കുറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല. ഒന്നും വിൽക്കാൻ എനിക്ക് കയ്യിൽ ബാക്കിയില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ ആ ബാങ്കിൻ്റെ സെൻട്രലിൽ പോകുന്നു, ജില്ലാ ആസ്ഥാനത്ത് പോകുന്നു. അവിടെ ആദ്യം ഞങ്ങൾ കണ്ട ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവർ സ്ഥലമായി മാറിപ്പോയത് അറിയുന്നു. അടുത്ത് വന്ന വ്യക്തിയാകട്ടെ ഞങ്ങളെ പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ ലോണിൻ്റെ ഒരുപാട് പലിശ ഇളവ് ചെയ്ത് കിട്ടുകയും ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി അനുഭവങ്ങൾ. ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ വെള്ളം തിളച്ചു വരുന്ന പോലെ കുമിളകൾ ഉണ്ടാകുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാനാണത് കണ്ട വ്യക്തി. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം പറ്റിയിട്ടില്ല. അത് വളരെ വരണ്ടൊരു പ്രദേശമാണ്, വെള്ളം വളരെ കുറവുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ദിവസം ചൊവ്വാഴ്ചയുള്ള ജോസഫ് അച്ഛൻ്റെ ആരാധന ഞങ്ങൾ പങ്കെടുക്കും, ഞാൻ പങ്കെടുക്കും, ആർക്കും പറ്റിയില്ലെങ്കിൽ. കാരണം അതിനുശേഷം ആ പ്രതിസന്ധി ഞങ്ങളെ വിട്ടു പോകും. ആ ആരാധനയിൽ എൻ്റെ ഉത്തരം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു നിയോഗം വെച്ചാലും അടുത്ത ദിവസം രാവിലെ പ്രതിസന്ധി അത്ര രൂക്ഷമാണെങ്കിൽ, നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ, ജോസഫ് അച്ഛൻ്റെ വചന സന്ദേശത്തിലോ പ്രാർത്ഥനയിലോ ആ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ അനുഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി കണ്ട് എൻ്റെ സുഹൃത്ത്
വർഷങ്ങൾക്ക് ശേഷമാണ് ഉടമ്പടിയിലായിരിക്കും. ആ സുഹൃത്തിനെ ഒരിക്കലും എന്നെ കാണുമെന്ന് കരുതിയതല്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ആ സുഹൃത്തിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നത്. എൻ്റെ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഉടമ്പടി കണ്ട് ആ സുഹൃത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അവർ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പോൾ രണ്ടാമത് പുതുക്കിയിരിക്കുന്ന ഓൺലൈൻ തന്നെ അവർക്ക് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടിയതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ആ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പിൽ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആ വ്യക്തിയുടെ വീട്ടിലേക്ക് സഞ്ചാരി മാതാവ് വന്ന ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. മനസ്സിലൊരു പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന കഴിയുന്ന നിമിഷം തൊട്ട് മുൻപിൽ ആ അടയാളമായിട്ട് മാതാവിൻ്റെ പേര് അവിടെ കാണപ്പെടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഞങ്ങളിവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കാശ് രൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപമായി ചെന്ന് അമേരിക്കയിലാണ്, ഷിക്കാഗോയിലാണ്. അവിടെ ഒരു ഇൻഷുറൻസിൻ്റെ ടെസ്റ്റ് എഴുതുകയും കാശ് രൂപം വെച്ചിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത്. ഒന്നും പഠിക്കാതെയാണ് പോയിരുന്നതാണ് ആൻറ്റി പറയുന്നത്. കൂടെ ഉള്ള ഒരുപാട് പഠിച്ചിട്ട് പോയവർ മുഴുവൻ അതിൽ പരാജയപ്പെടുകയും ആൻറ്റി അതിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ന് വളരെ വിജയകരമായി ആൻറ്റിക്ക് അങ്ങനെ ഒരു ബിസിനസ് അവിടെയുണ്ട്. അത് ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു. ആൻറ്റി ഇവിടെ വന്നിരുന്നു, ഇവിടെ സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഇതുപോലെ ചെറുതും വലുതും ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ആത്മീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്ന എനിക്ക് 2 കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നത് ഞാൻ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കി. ഒന്ന്, ഈശോയെ നൽകുക, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു നൽകുക. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഈശോയുടെ കൈപിടിച്ച് നടക്കുക. ഈ 2 കാര്യങ്ങൾ ഉടമ്പടിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും വിജയിച്ച പരീക്ഷകൾ, എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വിദ്യാർത്ഥിയുടെ അനുഭവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അവൻ പരീക്ഷയിൽ നല്ല രീതിയിൽ പാസ്സാവാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവനാണ്. ഞാൻ അവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ അവൻ പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു സങ്കടത്തോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൽ എന്നെ പ്രതി ഒരു പദ്ധതി ഉണ്ടെന്ന്. അപ്പോൾ അവൻ റീവാലുവേഷൻ കൊടുത്തു ധൈര്യത്തോടെ. ആ റീവാലുവേഷനിൽ നല്ല മാർക്കോടെ അവൻ പാസ്സായി. അവൻ കർത്താവിൻ്റെ വചനം അതിനുശേഷം ഷെയർ ചെയ്യുകയും ചെയ്തു വാട്സപ്പിൽ എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് പരമാവധി ഈശോയെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചരിത്രവും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മെറിറ്റ് 0 ആകുന്ന സമയത്ത്, എൻ്റെ സ്റ്റാറ്റസ് 0 ആയ സമയത്താണ് എനിക്ക് ഈശോയെ കിട്ടിയത്, മാതാവ് എനിക്ക് ഈശോയെ തരുന്നത്. അപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന ഈ ആൾത്താരിൽ വെച്ച് പറയുന്ന ആ എല്ലാ കാര്യങ്ങളും 100% സത്യമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. എൻ്റെ കുടുംബം മനസ്സിലാക്കിയതാണ്. എൻ്റെ കുടുംബം അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനി മുന്നോട്ടില്ല എന്ന അവസ്ഥയിലാണ് എനിക്ക് മാതാവ് ഈശോയെ നൽകുന്നത്, മാതാവ് എൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് ഉടമ്പടി എന്ന് ഇന്ന് ഉടമ്പടി പുതുക്കുന്ന ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അത് 100% എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ അന്ത്യകാലത്തിലാണ് എനിക്ക് ഉടമ്പടി കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത് ഈ ഉടമ്പടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ അന്ത്യകാലം, നമ്മുടെ ശത്രു അന്ത്യകാലമെന്ന് നമുക്ക് വിധി എഴുതിയാലും അത് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ തുടക്കകാലമാണെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയുമാണെന്നുള്ള സത്യം ഇവിടെ ഞാനും എൻ്റെ കുടുംബവും വിളിച്ചു പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. തുടർന്നും ഈ ജീവിതത്തിൽ ഉടമ്പടിയിലായിരിക്കുകയും ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ച് ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനും എൻ്റെ കുടുംബവും. അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആത്മീയമായ വളർച്ച ഈ നിടയിൽ എനിക്ക് ഒരുപാടുണ്ടായി. ബൈബിൾ വായന, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, ആശുപത്രികൾ സന്ദർശിക്കുക. ഞങ്ങളുടെ അവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്, ഒരു ഹോളി മൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ രോഗികളെ കാണുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, ചെരുപ്പുകൾ വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. ഞങ്ങളെ കൊണ്ടാകുന്നതല്ല ഇതൊന്നും. സാമ്പത്തികമായി ഞങ്ങൾ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെക്കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ പത്രപ്രവേശന പ്രവർത്തനം അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്രൈസ്തവരുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന പത്രം സ്കാൻ ചെയ്ത് PDF ആക്കി എൻ്റെ ബ്ലോഗിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട് എൻ്റെ ബ്ലോഗിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ എനിക്ക് 4 ദിവസത്തെ ഒരു വേദപാഠ അധ്യാപകരുടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. ഉടമ്പടിയിലായിരിക്കെ തന്നെ വേദപാഠ അധ്യാപകനായിട്ട് എനിക്ക് കൂടുതൽ ആത്മാർത്ഥയോടെ ജോലി ചെയ്യാൻ സാധിച്ചു. ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒറ്റ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ വേദപാഠ അധ്യാപകൻ്റെ സ്ഥാനം ഏറ്റെടുത്തത്. പണ്ടൊരിക്കലും അവസരം എനിക്ക് വന്നതാണ്. അന്ന് ഞാനത് നിരസിച്ചതാണ്, കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്, കാരണം അമ്മയുണ്ട് കൂടെ. അങ്ങനെ ഞാനത് ചെയ്തു. അതുപോലെ ധ്യാനത്തിന് പങ്കെടുത്തു. ധ്യാന ഗുരുക്കന്മാർ ചിലരൊക്കെ പറയും എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നതെന്നൊക്കെ, ക്രിസ്തീയ ജീവിതത്തിൽ യേശു പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ മനസ്സിൽ മാതാവ് ചെയ്ത പോലെ, അച്ഛൻ പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തിരിച്ചു വന്ന് ഞാൻ അതിനെക്കുറിച്ച് എഴുതി. എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ കൃപാസനത്തിൻ്റെ സ്പേസ്, എന്താണ്,
എൻ്റെ ബ്ലോഗിൽ അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ അതുവഴി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. സ്റ്റാറ്റസ് ആയിട്ട് ഡെയിലി ബ്രെഡ് പ്രെയറും സാക്ഷ്യങ്ങളും ഞാൻ ഇടാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സവിശേഷമായിട്ട് വിശേഷവിധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ കർത്താവ്, അച്ഛൻ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അതുപോലെ വിശേഷവിധി എന്ത് ചെയ്യുന്നു എപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോൾ നമ്മൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ മെറിറ്റ് 0 ആയ അവസ്ഥയിൽ, അതായത് എൻ്റെ ജോലി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു. അവിടെ കുട്ടികൾ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. ഞാൻ ഒരു MA ഇംഗ്ലീഷ് ഉള്ള ആളാണ്. നെറ്റുണ്ട്, UGC നെറ്റുണ്ട്. 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചില പുസ്തകങ്ങളൊക്കെ സ്കോളേഴ്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമില്ല, ഒരു കാര്യമില്ല. എൻ്റെ മാസ വരുമാനം വളരെ തുച്ഛമായിരുന്നു. പരാജയമായിരുന്നു ജീവിതത്തിൽ. എല്ലാം തകർന്നൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് മാതാവ് കൈപിടിച്ച് ഉയർത്തുന്നത് തന്നെ. എൻ്റെ കയ്യിലേക്ക് കൈവച്ച് പരിശുദ്ധമ്മൻ ഉയർത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്ന ആനന്ദം, അത് ഒരു സ്വർഗീയ ആനന്ദത്തിൻ്റെ ഒരു ഫോർടേസ്റ്റാണ്, ഒരു മുന്നാസ്വാദനം തന്നെയാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ജോലി തന്നു എനിക്ക് അമ്മ. എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല, CV അയച്ച് ടിപ്പ് ടോപ്പിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുമല്ല, അത് മാതാവ് കൊണ്ടു തന്നതാണ്. യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. യോഗ്യത നോക്കിയിട്ടുള്ള ജോലിയല്ല. യോഗ്യതയ്ക്ക് അപ്പുറത്താണോ അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് ഇപ്പുറത്താണോ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പരിശുദ്ധ അമ്മ തന്നതാണ്. ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും എന്ന ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. വരുന്ന ആഴ്ചകളിൽ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇവിടെ ആരെങ്കിലുമൊക്കെ ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നടക്കുമോ എന്ന് ലോജിക്കലി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അന്നിവിടെ 8-ാം തീയതി വന്നിട്ട് ഞാൻ ഉറപ്പിച്ചതാണ് ഇത് സാക്ഷ്യത്തിൽ പറയുമെന്ന്. അതായത് ജോസഫ് അച്ഛൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും 100% സത്യങ്ങളാണ്. അത് നിങ്ങൾ ഏത് സയൻസ് വെച്ച് പരിശോധിച്ചോളൂ, അല്ലെങ്കിൽ ഏത് ലോജിക്ക് വെച്ച് പരിശോധിച്ചോളൂ, സത്യങ്ങളാണത്. അത് ജീവിത അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ തിരുക്കുമാൻ ഒരുപാട് നന്ദി. പ്രൈസ് ദ ലോർഡ്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, പുകഴ്ത്തുന്നു. താങ്ക് യു.